അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയമുള്ള ഫജർ ക്ലബ്ബിലെ സഹോദരന്മാരെ, അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. വീഴ്ചകളും തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു തരുമാറാവട്ടെ. ആമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 4 അനുഗ്രഹങ്ങളാണ് ഇന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അർബഉൻ മൻ ഉഅ്തിയഹുന്ന ഫഖദ് ഉഅ്തിയ ഖൈറദ് ദുനിയ വൽ ആഖിറ. ഖൽബുൻ ഷാക്കിറുൻ വലിസാനുൻ ദാക്കിറുൻ വബദനുൻ അലൽ ബലാഇ സ്വാബിറുൻ വസൗജത്തുൻ ലാ തബ്ഗീഹി ഖൗനൻ ഫി നഫ്സിഹാ വലാ മാലിഹി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ അരുൾ ചെയ്യുന്നു, 4 കാര്യങ്ങൾ നേടിയവന് ഇഹത്തിലും പരത്തിലും ഉത്തമമായത് ലഭിച്ചു. ഒന്നാമത്തേത് ഖൽബുൻ ഷാക്കിർ, നന്ദി കാണിക്കുന്ന ഹൃദയമാണ്. അള്ളാഹുവോട് നന്ദിയുള്ള ഹൃദയം, പടച്ചവൻ നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കുകയും ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുകയും ചെയ്യുന്ന മനസ്സ്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവെ, നിന്നോട് ശുക്ർ ചെയ്യാൻ എനിക്ക് നീ സഹായം നൽകണമേ എന്നായിരിക്കും വിശ്വാസിയുടെ പ്രാർത്ഥന. അള്ളാഹുവിനെ സ്മരിക്കുന്ന നാവ് ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതായി പറയുന്നത്. വലിസാനുൻ ദാക്കിർ. ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബുഹു വലാ യസ്തഖീമു ഖൽബുഹു ഹത്താ യസ്തഖീമ ലിസാനുഹു. ഹൃദയം നേരെയാകുന്നത് വരെ ഒരാളുടെ വിശ്വാസം നേരെയാവുകയില്ല. നാവ് നന്നാകുന്നത് വരെ ഒരാളുടെ ഹൃദയവും നന്നാവുകയില്ല. കെട്ടഴിച്ചു വിട്ടാൽ അപകടം മാത്രം വിതക്കുന്ന വിനാശകാരിയായ ഒരവയവമാണ് നാവ്. അതിനെ നന്മയിൽ പിടിച്ചു നിർത്തുക അങ്ങേയറ്റം പ്രയാസകരമായ ജോലിയാണ്. ദൈവസ്മരണ എതിർക്കുന്ന നാവ് മഹാ അനുഗ്രഹങ്ങളായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചത് അതുകൊണ്ടാണ്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ അള്ളാഹിനെ ഓർക്കാനും അള്ളാഹുവിനെക്കുറിച്ചുള്ള ദിക്റുകൾ ഉരുവിടുക എന്നത് വിശ്വാസിയുടെ ഒരു ശീലമായിരിക്കണം. നമസ്കാരം കഴിഞ്ഞാലൊക്കെ അല്പനേരം സ്വസ്ഥമായിരുന്ന് അള്ളാഹുവിനെക്കുറിച്ചുള്ള ദിക്റുകൾ ഉരുവിടുന്നത് വലിയ പുണ്യമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. മൂന്നാമത്തെ കാര്യം ബദനുൻ അൽ ബലാഇ സ്വാബിറുൻ, പരീക്ഷണങ്ങളിൽ ക്ഷമ അവലംബിക്കുന്ന ശരീരം. സുഖവും ദുഃഖവും ചേർന്നതാണ് ജീവിതം. ജീവിതത്തിൽ എപ്പോഴും സുഖങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോഴൊക്കെ പരീക്ഷണങ്ങളുണ്ടാവും, അസുഖങ്ങളുണ്ടാവും, മരണങ്ങളുണ്ടാകും. അതെല്ലാം അള്ളാഹുവിനെ ഓർത്ത് ക്ഷമിക്കാൻ വിശ്വാസിക്ക് കഴിയണം. ഒമൻ യതസബ്ബറു യുസബ്ബിറുഹുല്ലാഹ് വമാ അഅതല്ലാഹു അഹദൻ അതാഅൻ ഹുവ ഖൈറുൻ വഔസൗ മിനസ് സ്വബിരി. പരീക്ഷണങ്ങളിൽ ക്ഷമ അവലംബിക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു കൂടുതൽ ക്ഷമാശീലം നൽകി അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. ക്ഷമയേക്കാൾ വിപുലവും വിശിഷ്ടവുമായ ഒരു അനുഗ്രഹവും ഒരാൾക്കും അള്ളാഹു നൽകിയിട്ടില്ല. നാലാമത്തെ കാര്യം വസൗജത്തുൻ ലാ തബ്ഗീഹി ഖൗനൻ ഫി നഫ്സിഹാ വലാ മാലിഹി. ഭർത്താവിൻ്റെ ധനത്തിലും സ്വന്തം ശരീരത്തിലും വഞ്ചന ഇഷ്ടപ്പെടാത്ത സൽവൃത്തയായ ഒരു സ്ത്രീയെക്കുറിച്ചാണ് 4ാം അനുഗ്രഹമായി പറയുന്നത്. ഇവിടെ ഇണകൾ എന്നത് ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന കാര്യമാണ്. പരസ്പരം വിശ്വാസമുള്ള, ഒരിക്കലും വേർപിരിയാൻ കഴിയാത്ത ബന്ധത്തിനാണ് നിക്കാഹ് എന്ന് പറയുന്നത്. അങ്ങനെ പരസ്പരം വിശ്വാസത്തോടു കൂടി ജീവിക്കുന്ന ഇണതുണകൾക്ക് പറയുന്ന പേരാണ് സൗജത്തി എന്നത്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭത്തിലും തനിക്ക് താങ്ങും തണലും തുണയുമാണ് തൻ്റെ ഇണ ഭാര്യ. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്കും ജീവിതത്തിൽ സുരക്ഷയാണ്, സമാധാനമാണ്, സന്തോഷമാണ്. പരസ്പരം വഞ്ചിക്കാതിരിക്കുക എന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഇവിടെ ഭർത്താവിൻ്റെ ധനത്തിലും അതുപോലെ തന്നെ സ്വന്തം ശരീരത്തിലും വഞ്ചന ഇഷ്ടപ്പെടാത്ത ഒരു പെണ്ണിനെക്കുറിച്ച് പറയുന്നു. പുതിയ കാലത്ത് ആധുനിക സംവിധാനത്തിൽ ആഭാസങ്ങളേറെ പെരുകിയിരിക്കുന്ന ഒരു ലോകത്ത് ഈ ഉപദേശങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്.
സത്യവിശ്വാസിക്ക് അള്ളാഹുവെക്കുറിച്ച് സൂക്ഷ്മത കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും അധികം പ്രയോജനം ലഭിക്കുക സൽവൃത്തിയായ സഹധർമ്മിണിയിൽ നിന്നാണ്. ആജ്ഞാപിച്ചാൽ അവൾ അനുസരിക്കും, കാഴ്ചയിൽ കൗതുകമുണർത്തും, അവളുടെ കാര്യത്തിൽ വല്ലതും സത്യം ചെയ്തു പറഞ്ഞാൽ അവളത് പൂർത്തീകരിക്കും. ഭർത്താവിൻ്റെ സാന്നിധ്യത്തിൽ സ്വന്തം ശരീരത്തിലും അയാളുടെ ധനത്തിലും തികഞ്ഞ ഗുണകാംക്ഷ പുലർത്തും. ഭൂമിയിലെ ഏറ്റവും നല്ല നിക്ഷേപം ഏതാണ് എന്നൊരാൾ പ്രവാചകനോട് അന്വേഷിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലിസാനുൻ ദാക്കിർ വഖൽബുൻ ഷാക്കിറുൻ വസൗജത്തുൻ മുഖ്മിനത്തുൻ തുഈനുഹു അലാ ഈമാനിഹി. അള്ളാഹുവിനെ സ്മരിക്കുന്ന നാവ്, നന്ദി കാണിക്കുന്ന ഹൃദയം, പുരുഷൻ്റെ വിശ്വാസത്തിന് താങ്ങായിത്തീരുന്ന വിശ്വാസിനിയായ ഇണ, ഈ 3 കാര്യങ്ങളാണ് ഏറ്റവും വലിയ സൗഭാഗ്യമായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ഹദീസിൽ വലിയ പാഠങ്ങൾ നമുക്കുണ്ട്. ജീവിതത്തോട് ചേർത്ത് വെക്കാൻ, പ്രവാചകൻ്റെ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു നൽകിയ 4 അനുഗ്രഹങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. ഒന്നാമത്തേത്, നന്ദിയുള്ള ഹൃദയമായിരിക്കണം എൻ്റെ ഹൃദയം. അള്ളാഹുവിനെ സ്മരിക്കുന്ന നാവായിരിക്കണം എൻ്റെ നാവ്. അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങളിൽ, പ്രയാസങ്ങളിൽ ക്ഷമ അവലംബിക്കാൻ കഴിയുന്ന മനസ്സും ശരീരവുമുള്ള ഒരു ജീവിതമായിരിക്കണം എൻ്റേത്. പരസ്പരം വിശ്വാസമുള്ള ദാമ്പത്യമായിരിക്കണം ഉണ്ടാവേണ്ടത്. അതിനുള്ള അറിവും പഠനവും വിവേകവും ചിന്തയും ചർച്ചകളും എല്ലാം പരസ്പരം നേടിയെടുക്കാൻ ദമ്പതിമാർക്ക് കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.